വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പാദപൂജയാണ്. കേരളത്തിലെ നിരവധി വിദ്യാലയങ്ങളിലാണ് RSSന്റെ കുൽസിത ശ്രമത്തിന്റെ ഭാഗമായി, കുൽസിത പ്രവർത്തനത്തിന്റെ ഭാഗമായി പാദപൂജ എന്ന പുരാതന ഹൈന്ദവ സങ്കല്പത്തിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുപോകും. രാജ്യത്ത് അന്യം നിന്നുപോയ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഹിന്ദുത്വ സംഘടനകളുടെ ബോധപൂർവമായ കരുനീക്കം തന്നെയാണ് ഇത്. പണ്ട് വളരെ പണ്ട് നിലനിന്നിരുന്ന സമ്പ്രദായമായിരുന്നു ഗുരുകുല സമ്പ്രദായം. വിദ്യാർത്ഥികൾ ഗുരുഗൃഹത്തിൽ അല്ലെങ്കിൽ ആശ്രമത്തിൽ താമസിച്ചുകൊണ്ടായിരുന്നു വിദ്യാഭ്യസിച്ചിരുന്നത്. അന്ന് ബാല്യം മുതൽ യൗവനം വരെ ഗുരുനികടത്തിൽ കഴിച്ചുകൂട്ടിയും ഗുരുവിനെ സേവിച്ചും പഠനം നടത്തിയിരുന്ന ഒരു കാലം. ഗുരുവിന്റെ വാക്കുകൾ വേദവാക്യങ്ങളും ദൈവവാക്യങ്ങളുമായി എടുത്തിരുന്ന കാലമായിരുന്നു അത്. ഭിക്ഷയാചിച്ചു കൊണ്ടുവന്ന് ഗുരുവിനെ പ്രീതിപ്പെടുത്തിയിരുന്ന ആ ഒരു കാലം. ഗുരുദക്ഷിണയായി ജീവൻ ചോദിച്ചാൽ അത് നൽകാൻ തയ്യാറായിരുന്ന ശിഷ്യരുടെ കാലമായിരുന്നു. പുരാതന കാലങ്ങളിൽ ഈ ഗുരുകുല സമ്പ്രദായത്തിൽ ബ്രാഹ്മണരും ക്ഷത്രിയരും അടങ്ങുന്ന ഉന്നത കുലജാതർക്ക് മാത്രമായിരുന്നു വിദ്യാഭ്യസിക്കാൻ അനുവാദമുണ്ടായിരുന്നത്. മാത്രമല്ല, സ്ത്രീകൾക്കും താഴേക്കിടയിലുള്ള ജനവിഭാഗത്തിനും വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്നു. എങ്കിലും ചിലർക്ക് വിദ്യാഭ്യസിക്കാൻ ഭാഗ്യം ലഭിച്ചിരുന്നുവത്രേ. അന്നത്തെ സമ്പ്രദായത്തിൽ വിദ്യാരംഭം കുറിച്ചിരുന്നത് അരിയിലോ മണ്ണിലോ ആയിരുന്നു. ചെറിയ പ്രായത്തിൽ തറയിൽ മണൽ വിരിച്ച് തുടങ്ങുകയും പിന്നീട് മുതിർന്നവർ ആവുമ്പോൾ എടുത്ത് പനയോലകളിലും ചെമ്പുതകളിലേക്കും മാറുകയും ചെയ്തിരുന്നു. പഠനത്തിൽ വേദപഠനത്തിനൊപ്പം തന്നെ മതേതര വിഷയങ്ങൾക്കും പ്രാധാന്യം നൽകിയിരുന്നു. ഭാഷാശുദ്ധി, ശ്ലോകങ്ങളുടെ ഉച്ചാരണം, വേദാംഗങ്ങൾ എന്നിവ വേദപഠനത്തിന്റെ മുഖ്യ ഭാഗങ്ങളായിരുന്നു. മതേതര വിഷയങ്ങളിൽ സംഗീതം, ജ്യോതിഷം, കാർഷികം, രസതന്ത്രം, വൈമാനിക ശാസ്ത്രം, ആയുർവേദം, വാസ്തുവിദ്യ എന്നിവയും കായിക വിദ്യയിൽ കളരിപ്പയറ്റും അമ്പെയ്ത്തും പഠന വിഷയങ്ങളായിരുന്നു. ഗുരുശിഷ്യബന്ധം സമൃദ്ധമായിരുന്നുവെങ്കിലും ശിക്ഷാവിധികൾ കർക്കശവും കഠിനവുമായിരുന്നു. ഇത്രയൊക്കെ പഠിച്ചെടുക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നതിനാൽ ഗുരുക്കന്മാരോട് ഒഴിച്ചുകൂടാനാവാത്ത കടപ്പാടുകൾ ശിഷ്യർക്കുണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഗുരുക്കന്മാർക്ക് പാദസേവയും പാദപൂജയും ചെയ്യാൻ വിധിക്കപ്പെട്ടിരുന്നു. പലപ്പോഴും ഗുരുദക്ഷിണ എന്നത് പഠനശേഷമുള്ള ശിഷ്യരുടെ സേവനം ഗുരു വിനിയോഗിക്കുക എന്നതായിരുന്നു. അങ്ങനെ സേവനം നൽകൽ തങ്ങളുടെ ബാധ്യതയും കടമയുമായാണ് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ശിക്ഷകണങ്ങൾ കണക്കാക്കിയിരുന്നത്. ഗുരുകുല സമ്പ്രദായം കഴിഞ്ഞ് ഓത്തുപള്ളിക്കൂടങ്ങളുടെ കാലത്തേക്ക് കടന്നു വന്നു വിദ്യയുടെ ലോകം. തണൽമരങ്ങളുടെ ചുവട്ടിലും ചാണകം മെഴുകിയ തറകളിലുമായിരുന്നു പഠനം. ഗുരുവിനെ ആശാൻ എന്നാണ് വിളിച്ചിരുന്നത്. ആശാൻ മഞ്ചത്തിലിരുന്ന് പഠിപ്പിക്കുകയും ശിഷ്യർ നിലത്തിരുന്ന് പഠിക്കുകയും ചെയ്തിരുന്ന കാലം. അക്ഷരങ്ങൾ ആവർത്തിച്ചെഴുതുന്നതിനും ഓർത്തെടുത്ത് പഠിക്കുന്നതിനുമായിരുന്നു പ്രാധാന്യം. വേലിച്ചെടികളുടെ കമ്പുകൾ പേനയായും കരിയും നാരങ്ങനീരും കലർന്ന മിശ്രിതം മഷിയായും ഉപയോഗിച്ചിരുന്ന കാലം. മൂലവിദ്യയായി അക്ഷരജ്ഞാനം, എണ്ണൽ, കൂട്ടൽ, കിഴിക്കൽ, ഗുണിക്കൽ, ഹരിക്കൽ എന്നീ ചെറു ഗണിതങ്ങളും, മേൽവിദ്യയായി വേദപാഠങ്ങൾ, സംസ്കൃത ശ്ലോകങ്ങൾ, ജ്യോതിഷം, ആയുർവേദം എന്നിവയും പഠിച്ചിരുന്നു. എന്നാൽ ഉന്നത വിഷയങ്ങൾ ബ്രാഹ്മണ വിദ്യാർത്ഥികൾക്ക് മാത്രം പ്രാപ്യമായ ഒന്നായിരുന്നു. പഠനരീതി ആവർത്തനവും ഓർമ്മപ്പെടുത്തലുമായിരുന്നു. ഗുരു ഉച്ചരിക്കുന്ന ശ്ലോകങ്ങൾ വിദ്യാർത്ഥികൾ ഒറ്റയ്ക്കോ കൂട്ടായോ ആവർത്തിച്ചു ചൊല്ലി പഠിക്കലായിരുന്നു അന്ന്. ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലമായതിനാൽ പ്രധാനമായും നമ്പൂതിരി, നായർ സമുദായക്കാരായ ആശാന്മാരാണ് ഗുരുക്കന്മാരായി ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ഉയർന്ന ജാതിക്കാരായിരുന്നു. ശൂദ്രർക്കും തിരുവിതാംകൂറിലെ എഴുത്തച്ഛൻ സമുദായത്തിനും പരിമിതമായ പ്രവേശനമുണ്ടായിരുന്നു. പെൺകുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ അനുവാദമില്ലായിരുന്നു. അവരുടെ വിദ്യാഭ്യാസം വീട്ടിൽ തന്നെ പരിമിതപ്പെടുത്തിയിരുന്നു. ആശാന്റെ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിയമമുണ്ടായിരുന്നു. ശിക്ഷയിൽ ശാരീരികമായ ശിക്ഷയായ കോലടി പതിവായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യം ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിൽ പ്രചാരത്തിലായതോടെ ഓത്തുപള്ളികൾ അപ്രസക്തമാവാൻ തുടങ്ങി. 1880-കളിൽ സർക്കാർ സ്കൂളുകളുടെ ആവിർഭാവം
ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടുള്ള താല്പര്യം എന്നിവ ഓത്തുപള്ളിക്കൂടങ്ങളുടെ അവസാനത്തിന് കളമൊരുക്കി എന്ന് വേണം പറയാൻ. ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ കാലത്തും ഓത്തുപള്ളി കൂടങ്ങളുടെ കാലത്തും ഗുരുപൂജയും ഗുരുവിന്റെ പാദപൂജയും ഉണ്ടായിരുന്നുവെന്ന് സത്യമായിരുന്നു. അത് ഹൈന്ദവ സംസ്കാരത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്തതുമായിരുന്നു. അതിന് കാലവും മതവും സാംസ്കാരികവുമായി ബന്ധമുണ്ടായിരുന്നു. ഭിക്ഷയും ദക്ഷിണയും ഗുരുഭക്തിയും മാത്രമായിരുന്നു ഗുരുവിന് ലഭിച്ചിരുന്ന പ്രതിഫലം. എന്നാൽ ഇന്ന് കാലം മാറി. ഗവൺമെന്റ് സ്കൂളുകളും ഗവൺമെന്റ് അംഗീകൃത മാനേജ്മെന്റ് സ്കൂളുകളും വിദ്യാർത്ഥികൾ പണം കൊടുത്തു പഠിക്കുന്ന പ്രൈവറ്റ് സ്കൂളുകളും വ്യാപകമായി. അധ്യാപനത്തിന് പകരമായി അധ്യാപകർ കൃത്യമായി പ്രതിഫലം വാങ്ങിക്കുകയും അധ്യാപകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അധ്യാപകരും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികളും സമരം ചെയ്യുന്ന കാലമായി. അധ്യാപനം കൃത്യമായി ലഭിക്കുന്ന ശമ്പളത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ജോലിയായി മാറി. വിരലിലെണ്ണാവുന്ന അധ്യാപകർ മാത്രമേ വിദ്യാർത്ഥികളോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാകുന്നുള്ളൂ ഇപ്പോൾ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോടുള്ള ഗുരുഭക്തിയും തീരെ കുറവായി. വിദ്യാഭ്യാസം സംസ്കാരത്തിന്റെയും പുരോഗമനത്തിന്റെയും ഉയർന്ന അന്വേഷണത്തുറയുടെയും ഭാഗമായിരുന്നുവെങ്കിൽ ഒരു ജോലി എടുക്കുക എന്നതിലേക്ക് വിദ്യാഭ്യാസം ചുരുങ്ങിപ്പോന്നു. അതുകൊണ്ട് തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആത്മബന്ധം വിളറി വെളുത്ത ശോഭയില്ലാതായി. ആ വിദ്യാർത്ഥികൾക്കിടയിൽ ഗുരുഭക്തിയും ബഹുമാനവും ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇന്ന് ആവശ്യം തന്നെയാണ്. അതുപോലെ തന്നെ ഗുരുശിഷ്യ ബന്ധത്തിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കാൻ അധ്യാപകരും പ്രതിജ്ഞാബദ്ധരാവേണ്ടതുണ്ട്. പകരം കൊല്ലത്തിലൊരിക്കൽ ഏതെങ്കിലും അധ്യാപകരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും കാല് കഴുകിക്കൊണ്ടോ കാലിൽ പൂക്കളർപ്പിച്ചുകൊണ്ടോ യഥാർത്ഥ ഗുരുഭക്തി ഉണ്ടാവുകയോ അതുവഴി ഗുരുത്വമുള്ള ശിഷ്യരെ വാർത്തെടുക്കാനോ കഴിയുകയില്ല. മാത്രമല്ല, തന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരെയോ രാഷ്ട്രീയ ഗുരുക്കന്മാരെയോ അല്ല ഇവർ പാദപൂജ ചെയ്യുന്നതും പാദസേവ ചെയ്യുന്നതും. പണം കൊടുത്ത് വഴിവക്കിൽ വെച്ച് തങ്ങളുടെ രാഷ്ട്രീയ അടിമകളെ കൊണ്ട് കാട് തൊട്ട് വന്നിപ്പിക്കുന്ന രാഷ്ട്രീയ കോമരങ്ങളുടെ നാട്ടിലും കാലത്തുമാണ് നാം ജീവിക്കുന്നത്. അതെല്ലാം മനുഷ്യരെ കൂടുതൽ അടിമത്വ മനോഭാവത്തിലേക്ക് വലിച്ചെടുക്കുന്ന പ്രവണതയാണ്. രാജ്യം പുരോഗമിക്കുമ്പോൾ മനുഷ്യന്റെ കാല് പിടിപ്പിക്കുന്ന കാല് കഴുകിപ്പിക്കുന്ന പുരാതന സംസ്കാരത്തെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നാടകത്തെ പ്രോത്സാഹിപ്പിക്കുക വഴി രാജ്യം കൂടുതൽ ദുർഘടാവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്യുന്നത്. ഇനി മതപരമായ പവിത്രത ഈ കർമ്മത്തിന് കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അമ്പലങ്ങളിലും അതല്ലെങ്കിൽ അതിനുവേണ്ടി സജ്ജമാക്കുന്ന സ്ഥലങ്ങളിലും നടക്കട്ടെ. അതിൽ അടിമത്ത മനോഭാവം വെച്ച് പുലർത്തുന്ന മതാധിപന്മാരും രാഷ്ട്രീയ കോമരങ്ങളും തങ്ങളുടെ പാദപങ്കജങ്ങളുമായി നിരന്നിരിക്കുകയും ആ പാദങ്ങൾ തഴുകി ഗുരുത്വം നേടാൻ ആഗ്രഹിക്കുന്ന അടിമകൾ അത് കൃത്യമായി ചെയ്യുകയും ചെയ്യട്ടെ. വിദ്യാലയങ്ങളെ അടിമത്ത ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്ന കളികളാക്കി മാറ്റാതിരിക്കുക. ഈ സ്കൂളുകളിൽ മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിക്കുന്നതും തട്ടമിടുന്നതും വിലക്കണമെന്ന് വാശി പിടിച്ച അതേ ഹിന്ദുത്വ സംഘടനകൾ തന്നെയാണ് ഈ കാലുകഴുകൽ പ്രവർത്തനത്തിന് മുന്നിലെന്നതും വളരെ അപഹാസ്യമായ ഒന്നാണ്. മുസ്ലിം പെൺകുട്ടികളുടെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്യുന്ന അതേ ജനവിഭാഗമാണ് സ്വന്തം ഗുരുക്കന്മാരല്ലാത്തവരുടെ കാല് പോലും കഴുകി ഗുരുത്വം വാങ്ങിക്കണമെന്ന് ശഠിക്കുന്നത്. ഹിന്ദുമത ഗ്രന്ഥങ്ങളിലെ ചില സൂക്തങ്ങളാണ് ഈ പാദം കഴുകലിനും മറ്റു പ്രചോദനമാകുന്നത്. മഹാഭാരതത്തെ ആനുശാസനിക പർവ്വതത്തിലെ ഒരു ശ്ലോകം ഇങ്ങനെയാണ്: അതിഥിർ ദേവരൂപോഹി സർവലോക പിതാമഹ തസ്യ പദോദകം പീത്വ പുനാദി സകലം കുലം. അതിഥി ദേവന്റെ രൂപമാണ്. അദ്ദേഹത്തിന്റെ പാദജലം കുടിക്കുന്നത് മുഴുവൻ കുടുംബത്തെയും ശുദ്ധീകരിക്കുന്നു. ഹിന്ദു ഗൃഹസ്ഥാശ്രമത്തിൽ അതിഥികളുടെ പാദം കഴുകി വെള്ളം കൊടുക്കുന്നത് ഒരു പുണ്യകർമ്മമായാണ് കണക്കാക്കുന്നത്. ആ പുരാതന കാലത്തേക്കാണ് ഇന്നത്തെ പുരോഗമന ചിന്താഗതിയുള്ള വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ നാം ശ്രമിക്കുന്നത്.